സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ നമ്മളൊരു കരിയറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ എന്തെല്ലാം ആയിക്കോട്ടെ, നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാര്യമായ പുരോഗതി കാണുന്നില്ല എന്ന് വരുമ്പോൾ എടുക്കുന്ന ഒരു സ്പ്രെഡാണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റിലെ കാർഡ് എന്താണ്? ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ചെറിയ തോതിലുള്ള ഓരോ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് അയാൾ ആ പണത്തിനെ മുറുകെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ലുബ്ധനെ ആണ് ഇവിടെ കാണുന്നത്. കാരണം നീക്കി വയ്ക്കാൻ പണം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരവ് ചിലവുകൾ കണക്കാക്കി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് പാസ്റ്റാണ്. നമുക്ക് പ്രസൻറ്റ് നോക്കാം. പ്രസൻറ്റിൽ എന്താണ്? ടെൻ ഓഫ് സോർട്സ് ആണ്. ടെൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ ബിസിനസ്സിലെ കാര്യമായ ധനനഷ്ടം ഉണ്ടായിരിക്കണം. അതായത് പിന്നിൽ നിന്ന് കുത്തേറ്റതുപോലെ അപ്രതീക്ഷിതമായി വലിയൊരു തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു ധനനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് പറയണ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് പുതിയ മാറ്റങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പുതിയ അവസരങ്ങളെ നേടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രസൻറ്റിലെ ടെൻ ഓഫ് സോഴ്സ് എന്നുള്ള കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് ഫ്യൂച്ചറിൻ്റെ കാർഡാണ്. ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ 9 ഓഫ് വാൺസ് ആണ്. അപ്പോൾ 9 ഓഫ് വാൺസ് പറഞ്ഞാൽ അതിന് മുമ്പിൽ 8 ഓഫ് വാൺസ് വരെ സ്ട്രഗിളിങ് ആയിരുന്നു. 7 ഓഫ് വാൺസ് വരെ ശരിക്കും സ്ട്രഗിളിങ് ആയിരുന്നു. 8 ഓഫ് വാൺസിൽ കുറച്ച് പോസിറ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 ഓഫ് വാൺസിൽ നിൽക്കുമ്പോൾ അയാളുടെ സ്ട്രഗിളിങ് പീരീഡൊക്കെ കഴിഞ്ഞു. അത്ര അയാൾ വളരെയധികം ടയേർഡായി. എന്നാൽ അയാളുടെ മുഖത്ത് ഒരു പേടി കാണുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. എങ്കിലും അയാൾ പ്രതീക്ഷയോട് കൂടിയിട്ടും ഉത്സാഹത്തോടു കൂടിയിട്ടും വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാർഡുമാണ്. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.